തിരുവനന്തപുരം ഒരു നോർമൽ മോർണിംഗ്. കേസെല്ലാം കോർട്ടിൽ വരും. കോർട്ടല്ലല്ലോ റിയൽ ജസ്റ്റിസ് ഡിസൈഡ് ചെയ്യുന്നത്, അത് സിസ്റ്റം തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഉണ്ണികൃഷ്ണൻ, ഒരു DYSP റാങ്ക്ഡ് ന്യൂ ജോയിന്റ് ഓഫീസറിന്റെ സ്റ്റോറി. ഇതാണല്ലേ ആ ഓഫീസർ, കോടതിയിൽ സർക്കാരിനെ നേരിട്ട് എതിർത്തവൻ. അത് തന്നെ, ഡയറക്റ്റായി ആർഗ്യൂ ചെയ്തുവെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും എഴുന്നേൽക്കൂ. ഓർഡർ ഓർഡർ. എല്ലാവരും ഇരിക്കൂ. കേസ് വിളിക്കൂ. OP KAT number 112 of 2024. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ്. പിറ്റീഷണറിന് വേണ്ടി ആരാണ് ഹാജരാവുന്നത്? പ്രസന്റ് യുവർ ഓണർ. യുവർ ഓണർ, ഈ കേസ് ഒരു വ്യക്തിഗത പരാതിയല്ല. ഇത് മുഴുവൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. PSC നടത്തിയ പ്രക്രിയയിൽ, തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചില പ്രൊസീജറൽ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാരിന് പബ്ലിക് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ അപ്പോയിന്റ്മെന്റ് പുനഃപരിശോധിക്കാൻ അധികാരമുണ്ട്. ഓറലായി ക്വാളിഫൈ ചെയ്തതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പ്രത്യേക പോസ്റ്റിൽ അവകാശം പറയാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടിക്കാലിറ്റികൾ ഉള്ളപ്പോൾ. ഗവൺമെന്റ് കൗൺസിൽ സെലക്ഷൻ ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, അപ്പോൾ അപ്പോയിന്റ്മെന്റ് മാറ്റാൻ എന്താണ് കാരണം? യെസ് യുവർ ഓണർ, സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നാലും പോസ്റ്റിംഗ് തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷനാണ്. മിസ്റ്റർ ഉണ്ണി, നിങ്ങളൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. സിസ്റ്റത്തിൽ ഫ്ലെക്സിബിലിറ്റി വേണം, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഭാഗം. സർ, ഞാൻ ലളിതമായി പറയും. PSC പരീക്ഷ എഴുതുമ്പോൾ ഞാനൊരു പ്രത്യേക പോസ്റ്റിനായി തയ്യാറായി. ഫലം വന്നപ്പോൾ ഞാനതിൽ ക്വാളിഫൈ ചെയ്തു. പിന്നീട് സർക്കാർ പറയുന്നത് നിങ്ങളെ മറ്റൊരു പോസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ്. സർ, പരീക്ഷ എഴുതുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫലം വന്ന ശേഷം ഞാൻ എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം? ഗവൺമെന്റ് കൗൺസിൽ സെലക്ഷൻ ശരിയായാൽ പോസ്റ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്യാൻ നിയമപരമായ ന്യായീകരണമുണ്ടോ? യുവർ ഓണർ, ഇതൊരു ഇമോഷണൽ ആർഗ്യുമെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഇമോഷൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കില്ല. സർ, ഞാൻ സിസ്റ്റത്തെ എതിർക്കുന്നില്ല. പക്ഷേ സിസ്റ്റം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എനിക്ക് എന്ത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനൊരു സഹായം ചോദിക്കുന്നില്ല സർ. എനിക്ക് ഞാൻ നേടിയ ഉത്തരവാദിത്തം മാത്രം. കോടതി ഉത്തരവ് റിസർവ് ചെയ്യുന്നു. കോടതി പിരിഞ്ഞു. കോടതി മുറിയിൽ നിന്ന് ഉണ്ണി പുറത്തേക്ക് നടക്കുന്നു. അവൻ കോൺഫിഡന്റ് ആണ്, പക്ഷെ കേസ് റിസ്കിയാണ്. ജയിക്കണമെങ്കിൽ സിസ്റ്റത്തിനെ ഫേസ് ചെയ്യണം. അവൻ നിശബ്ദമായി നടക്കുന്നു. ആരും അവനെ തടയുന്നില്ല. കോടതിയിൽ ജയിക്കുന്നത് ഈസിയാണ് മിസ്റ്റർ ഉണ്ണി, പക്ഷേ സിസ്റ്റമിൽ സർവൈവ് ചെയ്യുന്നതാണ് കഷ്ടം. സർ, ഞാൻ സർവൈവ് ചെയ്യാൻ വന്നിട്ടില്ല. അവൻ കാത്തിരിക്കുന്നു. അവസരം തേടിയല്ല, അറിയാൻ. മുഖങ്ങൾ, ഫയലുകൾ, രീതികൾ, അധികാരം. സെക്രട്ടേറിയറ്റ്, പവർ, ബ്യൂറോക്രസി, ജീവിതങ്ങളെ നിയന്ത്രിക്കുന്ന തീരുമാനങ്ങൾ. കയ്യിൽ ഫയൽസ്, ചുറ്റും ബിസിയായ ആളുകൾ. അവൻ നടക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, സൈലന്റ് ആയി. സാർ മീറ്റിംഗിലാണ്, കുറച്ച് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട് സാർ, ഇവിടെ ഇരിക്കാം. കയ്യിൽ ഫയൽസ്, ഡോർ തുറക്കുന്നു, അതോറിറ്റി അകത്ത് കിടക്കുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അല്ലേ? യെസ്. പ്ലീസ് കം ഇൻ. ലെറ്റ്സ് ടോക്ക്. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, കോർട്ടിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ഡൗട്ടില്ല, നിങ്ങൾ നല്ലൊരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ വിളിച്ചത്. സർ, ഞാൻ പറഞ്ഞത് ഒരു ലീഗൽ റൈറ്റിനെ കുറിച്ച് മാത്രമാണ്. അതിൽ പേഴ്സണൽ ആയിട്ടൊന്നും. ലീഗൽ റൈറ്റ് ഉണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസ്, സർ, ആ കോൺസ്ട്രെയിൻസ് ജനങ്ങളുടെ ജീവിതം അഫക്റ്റ് ചെയ്യുന്ന സർവീസിൽ നിൽക്കാൻ കാരണമാകുന്നു. അത്ര സിമ്പിൾ അല്ല മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. സിസ്റ്റം ഒരു മഷീനല്ല, ഒരു നീണ്ട ചെയിനാണ്. ഒരു ലിങ്ക് മൂവ് ചെയ്യാൻ പോലും അനേകം അപ്രൂവൽസ്, ഫയൽസ്, റൂൾസ് എല്ലാം കടക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങൾക്ക് ഐഡിയലിസം ഉണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ സിസ്റ്റമിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. റൂൾ ബുക്കും റിയൽ വേൾഡും രണ്ടുമായി ഒരുപോലെ പോകുന്നത്. നമ്മളെല്ലാം ഒരു മെഷീന്റെ ഗിയേഴ്സ് ആണ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ഗിയറായി വർക്ക് ചെയ്യണം മെഷീന്റെ സ്പീഡ്. നിങ്ങൾ സ്പീഡ് മാറ്റാൻ നോക്കിയാൽ ഹോൾ സിസ്റ്റം സ്റ്റോപ്പ് ആകും. അപ്പോ നിങ്ങൾ തന്നെ ക്രഷായി പോകും. സർ, എനിക്ക് മനസ്സിലായി. ഞാൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം, പക്ഷേ എൻ്റെ വാല്യൂസ് മാറ്റിയല്ലോ സർ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം,
അത് എനിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ലിമിറ്റിലാണ്. എന്റെ ഇന്റഗ്രിറ്റിയിലേക്ക് വെല്ലുവിളിടുന്ന ഒരു ഓർഡർ എനിക്ക് പാലിക്കാൻ കഴിയില്ല. അതെന്റെ ഡിസിഷനാണ്, അത് മാറ്റില്ല. ഒരു വാക്ക് പോലും ഇല്ല. ഒരു തീരുമാനം നടക്കുന്നു പുറത്തേക്ക്. ഡിസിഷൻ എടുത്തിരിക്കുന്നു. ഫയൽ മൂവായി. സ്റ്റാമ്പ് വെച്ചു. അപ്രൂവ്ഡ്. സിസ്റ്റം റിപ്ലൈ ചെയ്യുന്നു. നിശബ്ദമായി. ഇതൊരു ട്രാൻസ്ഫർ അല്ല, ഒരു സൈലന്റ് സൈഡ് ലൈനിങ്. ഓർഡർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഫോർമലായി റൂൾസ് ഫോളോ ചെയ്യും. ട്രാൻസ്ഫർ ഓർഡർ വന്നതോടെ ഉണ്ണികൃഷ്ണൻ ഒരു മറന്നുപോയ യൂണിറ്റിൽ എൻട്രി എടുത്തു. സിസ്റ്റം ഉണ്ടായിരുന്നു, പക്ഷേ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. സർ, നിങ്ങൾ പുതിയ ഡിവൈഎസ്പി അല്ലേ? അവനൊന്നും പറഞ്ഞില്ല, പക്ഷേ എല്ലാം കണ്ടിരുന്നു. സർ, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ? റെസ്പെക്ട് ഉണ്ട്, പക്ഷെ ക്യൂരിയോസിറ്റി കൂടുതലാണ്. ഇനിമേ ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടാകും. ഒരു കേസും പെൻഡിങ് ഇരിക്കരുത്. ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട് വേണം. എക്സ്ക്യൂസസ് വേണ്ട, റിസൾട്ട് വേണം. ക്ലിയർ? യെസ് സർ. ആദ്യ ദിവസം മുതൽ എല്ലാം മാറി തുടങ്ങി. ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രോസസ്സായി. ദിവസങ്ങൾ, മാസങ്ങളായി കെയോസിൽ നിന്ന് സിസ്റ്റം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ന്യൂ മോർണിംഗ്, ന്യൂ ചേഞ്ചസ്. 1 year later, ഇപ്പോ ഒരു ടീമുണ്ട്. റോൾസ് ക്ലിയർ, റെസ്പോൺസിബിലിറ്റി ക്ലിയർ. സിസ്റ്റം സ്ട്രോങ് ആയി, ടൂൾസ് ഇംപ്രൂവ് ആയി, സ്പീഡ് കൂടി. ഇവിടെ ഇപ്പോ ഒരു യൂണിറ്റ് അല്ല, ഒരു സിസ്റ്റമാണ്.